വേദനിപ്പിക്കുന്നത് പറയരുതേ, ഇതിന് ബിനങ്ങൾക്ക് ഇഷ്ടമാവില്ല. മദീനയിലേക്ക് ഹബീബിനെ കൊണ്ടുവന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കാര്യം കൂടെ പറയട്ടെ, മദീന അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട നാടാണ്. ഹജ്ജിന് പോയിട്ട് ലക്ഷങ്ങൾ മുടക്കി ഹജ്ജിന് പോയിട്ട് മക്ക വരെ ചെന്ന് തവാഫും സഅയും അറഫയും മുസ്ദലിഫയും ഏറും കഴിഞ്ഞിട്ട് ഒന്ന് മദീനയിലേക്ക് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോരുന്ന എന്റെ പാവം സഹോദരങ്ങളോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, ആരൊക്കെയോ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. മദീന പോവേണ്ടതില്ല, അത് നിർബന്ധമല്ലല്ലോ അല്ലേ? മദീനത്തേക്ക് എന്തിനാ പോകുന്നത്? അവിടെ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരത്തിന്റെ കൂലിയല്ലേ ഉള്ളൂ. കൂലി മുഴുവനും ചാക്കുകളാക്കി ഞങ്ങൾ മക്കയിൽ നിന്ന് കൊണ്ടുവരികയാണ് അല്ലേ? അതല്ലേ പറയാ, മക്കയിൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലി, മദീനയിൽ 1000 കൂലി. എന്താ പറയാ, മദീന പോയിട്ട് വെറുതെ ഗാനം കഴിക്കണ്ടല്ലോ, കൂലി മുഴുവനും മക്കയിൽ നിന്ന് അടിച്ചുമറ്റി കൊണ്ടുവന്നൂടെ? ഞാൻ ചോദിക്കട്ടെ, മക്കയിൽ 1,00,000 കൂലിയുണ്ടെന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? ആരത് പറഞ്ഞത്? മക്കയിലെ പള്ളിയിൽ കൂലിയുണ്ടെന്ന് പഠിപ്പിച്ചത് ആരാണ്? ആരാണ് നിങ്ങളെ തവാഫ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് നിങ്ങളെ സഅയ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് നിങ്ങൾക്ക് അറഫയും മുസ്ദലിഫയും പരിചയപ്പെടുത്തി തന്നത്? ആരാണ് നിങ്ങളോട് കല്ലെറിയാൻ പറഞ്ഞത്, ജമറാത്തിൽ കല്ലെറിയാൻ പറഞ്ഞത്? ആരാണ് നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്? ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹ്. റസൂലല്ലേ? ആ നബി ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉംറ എന്നറിയുമോ? ആ നബി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജുണ്ടോ? ആ നബി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഅബയുണ്ടോ? കഅബയുടെ ഹജറുൽ അസ്വദ് ഉണ്ടോ? മഖാം ഇബ്രാഹിം ഉണ്ടോ? ഇതൊക്കെ പഠിപ്പിച്ചെന്ന നബിയോട് ഒരു നന്ദി വേണമെങ്കിൽ, ഒരു നന്ദി ചെയ്യണമെങ്കിൽ മദീനയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയുടെ അരികത്ത് ചെന്ന് സലാം പറയണ്ടേ? ആ സലാമിൽ ശിർക്കുണ്ടോ? ചെയ്യണമെന്നല്ലേ സർവ്വ ഹദീസ് ഗ്രന്ഥങ്ങളിലും പരിശോധിച്ച് നമ്മുടെ ഫുഖഹാ, ലോകത്തും ഒരു പണ്ഡിതൻ പോലും ഹബീബിനോട് ചെന്ന് സലാം പറയുമ്പോ നേരിട്ട് നബിയോട് പറയുന്ന സലാമിനെ സംബന്ധിച്ച് ഏതെങ്കിലും കുഴപ്പം പറഞ്ഞ ആളുണ്ടോ? ഒരു മുസ്ലിം പണ്ഡിതൻ പോലും ഇല്ല. നബിയോട് ചെന്ന് സലാം പറയേണ്ടത് എങ്ങനെയാണ്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, എന്റെ നേതാവായ നബിയെ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ. ഈ സലാമല്ലേ നമ്മൾ തഹിയ്യാത്തിൽ പറയുന്നത്? തഹിയ്യാത്തിൽ എന്താ തഹിയ്യാത്തിൽ ചൊല്ലുന്നത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി തങ്ങൾ ആരാണെന്ന് നമ്മിൽ ചില ആളുകൾക്ക് മനസ്സിലാവാത്തതാണ് എന്റെ അത്ഭുതം. ഒറ്റ കാര്യം പറയട്ടെ, നിസ്കാരത്തിൽ അല്ലാഹുവിനോടല്ലാതെ നേർക്കുനേരെ നീ എന്ന പ്രയോഗം പാടില്ലെന്നാണ്. ആരോടും പാടില്ല. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റൂമിലേക്ക് ഒരു വലിയ വ്യക്തി ഇങ്ങ് വരികയെന്ന് വിചാരിച്ചോളൂ. വലിയ വ്യക്തി, ഉദാഹരണം പറയാം, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ വരികയെന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. തങ്ങൾ അസ്സലാമു അലൈക്കും, നിങ്ങൾ നിസ്കാരത്തിന്റെ ഇടക്ക് വഅലൈക്കും അസ്സലാം എന്ന് മഹാനായ തങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലാണ്. നിസ്കാരം പോയോ? പോയി. ഒരാൾക്കും നേർക്കുനേരെ ഒരാളോടും നിങ്ങൾക്ക് എന്ന് പറയാൻ പാടില്ലാത്ത നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയെ നിങ്ങൾക്ക് എന്ന് ഈ ഇരുട്ടിയിൽ കിടന്ന് നിസ്കരിക്കുന്ന ഏതൊരു മുസ്ലിമും മദീനയിൽ കിടക്കുന്ന നബിയോട്, അവിടെ കിടക്കുന്ന നബിയെ ഉദ്ദേശിച്ച് അലൈക, അങ്ങയോട് നബിയെ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ, അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് അത്തഹിയ്യാത്തിൽ ആ വാക്ക് പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല അല്ലേ? അത് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം സ്വഹീഹല്ല. ഇത് മറ്റൊരാളോട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാണ്. എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ഇതൊക്കെ ഇവിടെ ഇല്ലേ? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ആ ഹബീബ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കൽ സുന്നത്താണ്. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പില്ലേ? വ്യാഴാഴ്ചയുമുണ്ട്. വ്യാഴമോ തിങ്കളോ രണ്ടാൽ ഒരു ദിവസമാണ് നിങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തിങ്കളാഴ്ച ദിവസമാണ്. നമ്മുടെ ഫിഖഹിന്റെ കിതാബ് എഴുതി വെച്ചില്ലേ? എന്തിന്? ഫീഹി ഉലിതു, അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ ആൾക്കാർ എന്താ പറയാന്നറിയാം, അന്നല്ലേ നബി മരിച്ചത്. അങ്ങനെ ചില നോട്ടീസൊക്കെ ഇറങ്ങി, നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്.
എൻ്റെ കയ്യിൽ അങ്ങനെ നോട്ടീസ് കിട്ടി. ഞാൻ അത്ഭുതപ്പെട്ടു, റബ്ബേ മനുഷ്യന്മാർക്ക് ഇത്രയും മണ്ടത്തരണ്ടോ ഇപ്പോഴത്തെ കാലത്ത്. എന്താ പറഞ്ഞതറിയോ? മദീന മുഴുവൻ സങ്കടപ്പെട്ട് ദുഃഖത്തിലാണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പായസം വിളമ്പി മിഠായി കൊടുക്കുന്നത് ശരിയാണോ? മദീനക്കാർ സങ്കടപ്പെട്ട ദിവസമല്ലേ? കുഞ്ഞു ചങ്ങാതിമാരെ, മഹ്സം എന്ന് പറയുന്ന ദുഃഖാചരണം ഇസ്ലാമിൽ 3 ദിവസമേ പാടുള്ളൂ. 3 ദിവസം. ഒരാൾ മരിച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ ദുഃഖാചരണം പാടില്ല എന്നാണ്. സന്തോഷത്തിന് അതിരുകളില്ല. ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും അവൾക്ക് ദുഃഖമാചരിക്കണം. വേറെ ആര് മരിച്ചാലും 3 ദിവസമാണ് ദുഃഖാചരണം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ദുഃഖാചരിക്കാൻ അഭി പറയുന്നത് എങ്ങനെയും മണ്ടത്തരം പറയാം. ദുഃഖാചരിക്കണം. ദുഃഖാചരിക്കല്ലേ വേണ്ടത്? ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഹബീബിനെ കുറിച്ച് സ്നേഹം തോന്നുന്ന നേരത്ത്, ഹബീബ് ലോകത്തേക്ക് വന്നത് പുണ്യമായി ചിന്തിക്കുന്ന ആലോചിക്കുന്ന നേരത്ത് നബിയുടെ മേൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ആ നബിയെ അന്യമതസ്ഥർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും കിട്ടുന്ന അവസരം ശിർക്കാണ്, കുഫറാണ് എന്ന് പറയുന്ന എന്റെ പുണ്യ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നബി ചെയ്തിട്ടുണ്ടോ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം വരാറ്. ഞാൻ ഒറ്റ ചോദ്യം അങ്ങോട്ടും ചോദിക്കട്ടെ, എന്നിട്ട് മാത്രമല്ല ചോദിക്കാൻ പറ്റുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പച്ച മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബികളോ ആരെങ്കിലും മലയാള ഭാഷയിൽ മിമ്പറിൽ കയറി ഖുതുബ ഓതിയിട്ടുണ്ടോ? നബി സ്വഹാബത്തും ചെയ്യാത്തൊക്കെ ഇസ്ലാമിന് പുറത്താ. ഈ പറഞ്ഞത് എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ് കിടക്കുന്നത്? അത് പിന്നെ എന്താ? അത് പിന്നെ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ ഖുതുബ ഓതാമെന്ന്? ഇല്ല. തങ്ങൾ ചെയ്തതാണ് ചെയ്യാന്ന് പറഞ്ഞ അറബിയിൽ ഓതണം. തങ്ങൾ ചെയ്തത് അറബിയിലാണ്. ഒരൊറ്റ ഹദീസ് പോലും ഇല്ല തിരിയുന്ന ഭാഷയിൽ ചെയ്തേക്കില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലേ? അതിനെന്താ തെളിവ്? പറഞ്ഞേ, എന്താ തെളിവ്? പാൻസും ഷർട്ടും ഇട്ട് തലമറക്കാതെ അല്ലാഹുവിന്റെ ഹബീബ് മിമ്പറിലേക്ക് കയറി നിന്നതിന് മെഹ്റാബിലേക്ക് കയറുന്ന ഏതെങ്കിലും ഒരു ഹദീസ് ഉണ്ടോ? നബി അങ്ങനെ ചെയ്തതായിട്ട് ഇല്ലല്ലോ. 100ാം വാർഷികം ആഘോഷിച്ച് നോട്ടീസ് അടിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ കഴിച്ചുകൂട്ടിയതിന്റെ ഏതെങ്കിലും തെളിവ് സ്വഹാബത്തോ നബിയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വന്തം നേതാക്കന്മാരുടെ പേരിൽ അനുസ്മരണങ്ങൾ നടത്തുന്ന പതിവ് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തേ നിങ്ങൾക്കത് ചെയ്യുന്നത്? നമുക്ക് ഇസ്ലാമിന് പുറത്തു പോയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളും പറയില്ല നിങ്ങൾ ഇസ്ലാമിന് പുറത്തു പോയി എന്ന്. ഞങ്ങൾ പറയില്ല നിങ്ങൾ ചെയ്ത ശിർക്കും കുഫ്റാണെന്ന്. as long as there is room for discussion, അതിനെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള മാർഗം, അതിനെ തിരുത്തി മനസ്സിലാക്കാനുള്ള വഴി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ റബീഇനെയും അങ്ങനെ ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ അഖീദക്കാർക്ക് കഴിയും. അതാ പറയും. നബി തങ്ങളും സ്വഹാബത്തും ചെയ്യാത്തൊക്കെ ഇസ്ലാമിന് പുറത്ത്. ഇതാരാ പഠിപ്പിച്ചത്? ഇന്നത്തെ വലിയൊരു അപകടം ഇതാണ്. ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം ഇതൊന്നുമല്ല. പക്ഷേ ഞാൻ ഇത് പറയും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ആരെയും തെറ്റ് കൊടുക്കുക? നമുക്കത് സംശയം വരാൻ പാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തെന്നാ ചോദ്യം. ഇങ്ങനെ നബിയും സ്വഹാബത്തും ചെയ്യാത്തത് എത്ര ഉണ്ട്? നിങ്ങൾ സംഘടന ഉണ്ടാക്കിയില്ലേ? സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടോ റസൂലുള്ളാഹി തങ്ങൾ? സംഘടനക്ക് ഓഫീസും കൊടിയും മാസികയും പത്രവും ഇറക്കിയില്ലേ? ഇത് നബിയും സ്വഹാബത്തും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണെന്ന്. അപ്പൊ ഇസ്ലാമിന്റെ അഖീദയെ, അള്ളാഹുവിന്റെ ദീനിന്റെ അഖീദക്ക് ഘടകവിരുദ്ധമല്ലാത്തൊരു സംഗതി മുസ്ലിമീങ്ങൾ അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ ചെയ്താൽ അതിനെപ്പറ്റി പൊന്നു മുസ്ലിം സഹോദര, നീ മറ്റുള്ളവരെ പറ്റി പറയല്ല. അവർ മറ്റുള്ളവരെ പറ്റി ശിർക്കാണ്, കുഫ്റാണെന്ന് ഇസ്ലാമിന് പുറത്തുപോയി എന്ന് പറയല്ല. നിങ്ങൾ എന്താ നരകത്തിലേക്ക് ആളാക്കാൻ വന്നതാ? പറഞ്ഞു പോകരുത്. ഗുരുതരമാണ്. ഇനിയെങ്കിലും തിരുത്തണം. കുറെ കാലമായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. നബിയും സ്വഹാബത്തും ചെയ്യാത്തതൊക്കെ ശിർക്കാണെന്നാണ് അതിനർത്ഥം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾക്ക് ആയത്തിന്റെ നമ്പർ കൊടുത്തിട്ടില്ല. അതിനെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. നബിയുടെ കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് ആയത്ത് 1, 2, 3 അക്കം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെയോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെയോ കാലത്ത് ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് ഫത്ഹും കസ്റും വള്ളികളും പുള്ളികളും കൊടുത്തിട്ടുണ്ടോ? അതും കൊടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആനെ 30 ജുസ് ആക്കിയിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. ഇതൊക്കെ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചില്ലേ? ഈ ശിർക്ക എന്ന് പറയുന്ന ആൾക്കാർ അംഗീകരിക്കുന്നില്ലേ? എന്താ പ്രശ്നം? അത് നബിയും സ്വഹാബത്തും ചെയ്തതല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ നന്മയുണ്ട്. അതിൽ നന്മയുണ്ട്. എന്തേ?
ആളുകൾക്ക് 30 ജുസ് ആയാൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ നിങ്ങൾ ഖതം തീർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ ഒരു മാസം കൊണ്ട് ഖതം തീർക്കാം. അറബി അറിയാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അവർക്ക് ഖുർആൻ ഓതണം. ബാഇന് പുള്ളി വേണം, താഇന് മേലെ 2 പുള്ളി വേണം, താഇന് 3 പുള്ളി വേണം. ഇതില്ലെങ്കിൽ അനറബികൾക്ക് വായിക്കാൻ അറിയില്ല. ഫതവും കസറും ദമ്മു വേണം. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലത്ത് അത് നടപ്പിൽ വന്നത്. ലോക മുസ്ലിമീങ്ങൾ ഇന്ന് അംഗീകരിക്കാൻ ആരെങ്കിലും പറഞ്ഞോ ഇത് ശിർക്കാ കുഫ്റാന്ന്? ഖുർആൻ തള്ളണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പൊന്നു ചങ്ങാതിമാരെ, വെറുതെ ശിർക്ക് കുഫ്ർ എന്ന് പറയില്ലേ? എന്താ ഈ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ അല്ലാത്ത ഒരാളെ ഇലാഹായി അംഗീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ സിഫാത്തിന്റെ വിശേഷണങ്ങൾ കൊടുക്കുന്നത്, അത് ഇബാദത്താണ്, അത് ശിർക്കാണ്. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത് കുഫ്റാണ്, ശിർക്കാണ്, സംശയമില്ല. റബീഉൽ അവ്വൽ ആചരിക്കുമ്പോൾ എന്താ അതിൽ വന്നത്? എന്ത് സംഭവിച്ചു? അതിന് ബിദ്അത്താന്ന് വിചാരിച്ചോളൂ. ആകെ ബിദ്അത്തുൻ ഹസന. ഖുർആൻ 30 ജുസ് ആക്കിയത് ഒരു നല്ല ബിദ്അത്താണ്. ഖുർആനിൽ വള്ളിപുള്ളികൾ വന്നത് നല്ല ബിദ്അത്താണ്. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നബിയുടെ ജന്മദിനം വരുന്ന ദിവസം അല്ലെങ്കിൽ ആ ജനിച്ച മാസത്തിൽ നബി തങ്ങളുടെ അപദാനങ്ങൾ പാടി പുകഴ്ത്തുന്നത് ഒരു നല്ല ബിദ്അത്താണ്. അതിൽ അനിസ്ലാമികം വല്ലതുണ്ടെങ്കിൽ പറഞ്ഞു തരും. അള്ളാഹും റസൂലും ചെയ്യരുത് എന്ന് പറഞ്ഞ വല്ലതും നമ്മൾ ചെയ്തോ? അത് പാടില്ലാത്തതാണ്. ഇതില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശിർക്ക് 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 കുഫ്ർ കുഫ്ർ കുഫ്ർ? എന്തിനാണ് ഈ പറയേണ്ട ആവശ്യം? എനിക്കൊരു ചങ്ങാതി, എൻ്റെ കൂട്ടുകാരൻ്റെ ബ്രിട്ടീഷുകാരൻ, അയാൾ മുസ്ലിമാണ്, അയാൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ കൊണ്ട് കുറച്ച് ആൾക്കാർ എന്ത് തൊട്ടാലും ഷിർക്ക് 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 കുഫർ കുഫർ കുഫർ. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലുണ്ട്, നിങ്ങളുടെ നാട്ടിൽ മാത്രം. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ളൂ. നിങ്ങൾ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇഷ്ടം പോലുണ്ട്. ഒരു കാര്യം ചൊല്ലാൻ പറ്റൂല. ആ എന്ത് നമ്മുടെ നാരിയത്ത് സ്വലാത്ത് അതും കൂടെ പറഞ്ഞിട്ട് ഇന്ന് അതൊക്കെ ആയിക്കോട്ടെ. കുറെ സംശയങ്ങൾ ഉണ്ടാവുക. അത് ശിർക്കാണ്. എന്താ അത്? നാറിയ സ്വലാത്ത് ഏത് മരമണ്ടനാണ് എഴുതി വിട്ടതെന്ന് എനിക്കറിയില്ല. നരകത്തിലേക്കുള്ള സ്വലാത്ത്, ഇതൊക്കെ പറയാൻ കാണിച്ച ധൈര്യം അപാരമാണ്. ഷഹാദത്ത് കലിമ പുതുക്കി ചൊല്ലി മുസ്ലിമായിക്കോളൂന്ന് എനിക്ക് അവരോട് പറയാനുള്ളത്. വിവരക്കേട് പറയരുത്. എന്ത് ശിർക്കാണ് അതിൽ കിടക്കുന്നത്? ലോകം അംഗീകരിക്കുന്ന ലോക പ്രശസ്തനായ ഇന്നത്തെ പണ്ഡിതനാണ് മഹാനായ ഷെയ്ഖ് ഹംസ യൂസുഫ്. ലോക പ്രശസ്തനായ പണ്ഡിതനാണ്. മാലികി മദ്ഹബ് അനുസരിച്ച് ഫത്വ കൊടുക്കാൻ അംഗീകാരമുള്ള ആലിമ ഷെയ്ഖ് ഹംസ യൂസുഫ്. അദ്ദേഹം കാലിഫോർണിയക്കാരൻ, അമേരിക്കക്കാരനാണ്. പുതു മുസ്ലിമാ. 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്. ഇന്ന് അവർക്ക് 50-ലേറെ വയസ്സായി. കിതാബുകൾ ഓതി പഠിച്ച വലിയ മഹാനാണ് ഷെയ്ഖ് ഹംസ യൂസുഫ്. യൂട്യൂബിലൊക്കെ കാണും, നോക്കി. ഹംസ യൂസുഫ് ഷാദുലി ത്വരീഖത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ലോകത്ത് ഇസ്ലാമിന്റെ ജിഹ്വയാണെന്ന് ഷെയ്ഖ് ഹംസ യൂസുഫ്. കാലിഫോർണിയയിലെ